ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർക്കിടെക്ചർ എന്ന ടോപ്പിക്കാണ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് എങ്ങനെയാണ് ഒരു വർക്കിംഗ് അല്ലെങ്കിൽ നമ്മളൊരു പാക്ക് സിസ്റ്റത്തിൻ്റെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് വർക്ക് ചെയ്യാനായിട്ട് വേണ്ട എങ്ങനെയാണ് നമ്മളത് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പല വ്യൂസ് നമുക്ക് കിട്ടാറുണ്ട്. അത് നമ്മളുടെ യൂസർ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഡിഫറെൻറ്റ് വ്യൂസ് കിട്ടുക. ഒരു റേഡിയോളജിസ്റ്റ് വ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഒരു സ്റ്റേഷൻ്റെ ഉള്ളിൽ ആയിരിക്കും കാണുന്നത്, വ്യൂയിങ് സ്റ്റേഷൻ്റെ അവിടെ ആയിരിക്കും. ഒരു ടെക്നോളജിസ്റ്റ് ആണെങ്കിൽ QA വർക്ക് സ്റ്റേഷൻ്റെ അവിടെ ആയിരിക്കും. എന്നാൽ പാക്ക് സിസ്റ്റത്തിൻ്റെ അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കൂടുതലും ക്ലൈമറ്റ് കൺട്രോൾ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ റൂമാണ്. അതായത് നമുക്കൊരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ബേസിക്കായിട്ട് ഇതിന് വേണ്ടത്. ഇമേജസ് ഫോം ചെയ്യുന്നത് കണ്ടുപിടിക്കാനും പ്രോപ്പറായിട്ടുള്ള ഒരു PDF ഫോമാറ്റിൽ അല്ലെങ്കിൽ വാട്ട് ആ ഒരു ഡോക്യുമെൻറ്റ് ഫോമാറ്റിൽ എടുത്തു വയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു പാക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടത് ഒരു ക്ലൈമറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ റൂമാണ്. ഈ കമ്പോസിറ്റ് വ്യൂ എന്ന് പറയുന്നത് മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള വർക്ക് സ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു വ്യൂവിങ് സ്റ്റേഷനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഒരു പാക്ക് സിസ്റ്റത്തിൽ മെയിനായിട്ട് വേണ്ടത് പല ടൈപ്പ് ഡിവൈസസ് ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊഡാലിറ്റിയാണ്. എന്താണ് മൊഡാലിറ്റി? മൊഡാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ CT കമ്പ്യൂട്ടർ ടൊമോഗ്രഫിയോ അല്ലെങ്കിൽ US അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിനോ അല്ലെങ്കിൽ ഒരു PET പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫിയോ അല്ലെങ്കിൽ MRIയോ ആവാം. ഇതിൽ മൊഡാലിറ്റീസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കാം. ഒന്നെങ്കിൽ CT ആയിരിക്കാം, അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ ആയിരിക്കാം, അല്ലെങ്കിൽ PET ആയിരിക്കാം, അല്ലെങ്കിൽ MRIയുടെ ഒക്കെ ആയിരിക്കാം ഉണ്ടാവുക. മൊഡാലിറ്റീസ്, വാട്ട് യു മീൻ ബൈ മൊഡാലിറ്റീസ്? മൊഡാലിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. നമ്മൾ എന്ത് മോഡിലൂടെയാണ് ചെയ്യുന്നത്, ഇപ്പോൾ ഏതൊരു പ്രോസസ്സാണെങ്കിലും അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ് അല്ലെങ്കിൽ മോഡ് എന്താണ്. ഇപ്പോൾ CT ആകുമ്പോൾ അതിൻ്റെ മെത്തേഡും മോഡും വേറെ ആയിരിക്കും. MRI ആകുമ്പോൾ അതിൻ്റെ മോഡ് വേറെ ആയിരിക്കും അല്ലേ. ഒന്ന് റേഡിയേഷൻസിൻ്റെ തന്നെയാണെങ്കിലും അത് പല മോഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതാണ് എന്ത് മൊഡാലിറ്റീസ് എന്ന് പറയുന്നത്, ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി QA വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ചെക്ക് പോയിൻ്റ് ആണ്. ഇവിടെയാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ എന്താണ് കറക്റ്റായിട്ടല്ലേ പൊസിഷൻ, അതുപോലെ പേഷ്യൻറ്റിൻ്റെ എന്താണ് സ്റ്റഡി ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് വർക്ക് എന്ന് പറയുന്നത് QA വർക്ക് സ്റ്റേഷൻ ആണ്. ഇവിടുത്തെ സെൻട്രൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് ആർച്ചീവ്, അതായത് അവിടെ മെയിനായിട്ട് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നത് ആർച്ചീവിലാണ്. അതിലുണ്ടാകുന്ന ഇമേജസ് ഒക്കെ എന്താണ് ആർച്ചീവിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ റിപ്പോർട്ട്സ്, കേസ് റിപ്പോർട്ടുകൾ, മെഷർമെൻറ്റ്സ്, അതുപോലെ ഇൻഫോർമേഷൻസും ഒക്കെ ഇമേജിനോട് ചേർന്നിട്ടുള്ള ഇമേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജിൽ കാണപ്പെടുന്ന ഇൻഫോർമേഷൻസ് ആണ് എന്ത് നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ ഇത്രയും പറഞ്ഞത് എന്ത് ഒന്ന് വരുന്നത് കേസ് റിപ്പോർട്ട്, മെഷർമെൻറ്റുകൾ, മറ്റ് ഇൻഫോർമേഷൻസ് എല്ലാം അതിൽ ആർച്ചീവിൽ തന്നെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വർക്ക് സ്റ്റേഷൻസിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അവിടെ റീഡിങ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. റീഡിങ് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത് റേഡിയോളജിസ്റ്റ് എന്ത് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, നമ്മുടെ പേഷ്യൻറ്റിൻ്റെ സ്റ്റഡി, പേഷ്യൻറ്റിനെ കുറിച്ച് ആ ഒരു റിപ്പോർട്ടിനെ വെച്ച് അല്ലെങ്കിൽ ഒരു ഇമേജിനെ വെച്ചിട്ട് സ്റ്റഡി ചെയ്യുന്ന സ്ഥലമാണ് എന്ത് റീഡിങ് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിലൂടെയാണ് ആ റീഡിങ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ രോഗനിർണയം അല്ലെങ്കിൽ എന്താണ് ഈ പേഷ്യൻറ്റിനുള്ളത് ആ ഒരു കണ്ടീഷൻ, അതാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്, അത് നടക്കുന്നത്. നോർമലി ഒരു റീഡിങ് സ്റ്റേഷനോട് ചേർന്നിട്ടുള്ളതാണ് എന്ത് ഒരു റിപ്പോർട്ടിംഗ് പാക്കേജ്. അതായത് റേഡിയോളജിസ്റ്റിന് എന്ത് കിട്ടണം, നമ്മൾ ഇത്രയാണ് ഇന്നതാണ് കണ്ടത്, അപ്പോൾ ഇമേജിൽ ഇന്നൊരു ചേഞ്ച് ഉണ്ട്, അപ്പോൾ ഇന്നതാണ് രോഗം വരുന്നത് എന്നുള്ള ആ ഒരു ഫൈനൽ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് അതാണ് എന്ത് റിപ്പോർട്ടിംഗ് പാക്കേജ് കൂടി എന്തിനോട് ചേർന്നിട്ടുണ്ടാവും, ഒരു റീഡിംഗ് വർക്ക് സ്റ്റേഷനോട് ചേർന്നിട്ടുണ്ടായിരിക്കും. പിന്നെ വേണ്ടതാണ് ഒരു റിപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ. അതൊരു ഓപ്ഷണലാണ്, നമുക്കൊരു സോഫ്റ്റ്വെയർ തന്നെ വേണമെന്നൊന്നുമില്ല, ഇമേജ് ത്രൂ ആയാലും മതി. പക്ഷെ ഒരു ഓപ്ഷണലായിട്ടൊരു കാര്യമാണ് റിപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിലൂടെ എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള പല വേസിലൂടെ ഡോക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ആ റിപ്പോർട്ടിനെ മനസ്സിലാക്കാനും ആ സ്റ്റഡി ചെയ്യാനും ഡോക്ടേഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഇതിനൊക്കെ പുറമെ അല്ലെങ്കിൽ ഇതിനൊക്കെ കൂടുതലായിട്ട് ഒരു നോർമലി ഒരു CD അല്ലെങ്കിൽ ഒരു DVD സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലും അതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള സ്റ്റഡീസൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് പേഷ്യൻസിന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഫിസീഷ്യൻസ് അവർ കാണുന്ന അല്ലെങ്കിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഒരു ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. ഡയഗ്രത്തിൽ മെയിനായിട്ട് നമ്മൾ ഒരു വർക്ക് ഫ്ലോ നമുക്ക് ഇത്രയും കാര്യങ്ങളിൽ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ വർക്ക് ഫ്ലോ നമുക്ക് സുഖമായിട്ട് നോക്കാവുന്നതാണ്. ഇതൊക്കെ ഏതൊക്കെ സെൻറ്ററുകൾ ഇമേജസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇമേജ് ഫോമിങ് സ്ഥലങ്ങൾ ഇമേജിങ് സെൻറ്ററുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ നല്ലപോലെ ഇത്തരം മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷൻ മെയിനായിട്ട് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ മാത്രമല്ല ഇൻവോൾവ് ചെയ്യുന്നത്, മറ്റ് ഫ്രണ്ട് സിസ്റ്റം ഏതാണ് ഈ ഫ്രണ്ട് സിസ്റ്റം പറയുന്നത്, ഫ്രണ്ട് ഓഫീസ് റിലേറ്റ് ചെയ്തുള്ള സിസ്റ്റത്തിലും എല്ലാത്തിലും എങ്ങനെയാണ് അല്ലെങ്കിൽ പാക്ക് സിസ്റ്റത്തിൻ്റെ വർക്ക് ഫ്ലോയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.